friends, welcome back to our channel Certain Paper. നിങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. അപ്പോൾ വീണ്ടും ഞാനൊരു ബ്യൂട്ടി സബ്ജക്റ്റ് കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല നാച്ചുറൽ പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ എങ്ങനെയാണ് വൈറ്റമിൻ സി സിറം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ടോണർ ഉണ്ടാക്കുന്നതും നമുക്കൊന്ന് കണ്ടു നോക്കാം. മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്. ഓറഞ്ചിന്റെ തൊലി കൊണ്ടാണ് അല്ലെ ഓറഞ്ചിന്റെ പീല് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. എന്തായാലും ഇതിന്റെ ടോണറാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഈ സിറം ഉണ്ടാക്കാം. അപ്പം ടോണറിന്റെ ഗുണങ്ങൾ ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് നമ്മുടെ മുഖത്തിൻ്റെ ഡ്രൈനെസ് മാറ്റുന്നു. എപ്പോഴും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തർ ആയിരിക്കും. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റനപ്പ് ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴും ഒരു ഹൈഡ്രേറ്റഡ് ആയിരിക്കും, ഒരു റീഫ്രഷ്ഡ് ലുക്കായിരിക്കും നമ്മുടെ സ്കിന്നിന് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ കൊളാജിൻ്റെ പ്രൊഡക്ഷനെ നന്നായിട്ട് കൂട്ടുന്നു. നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ടൈറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പോർസിനെയൊക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്യും. എപ്പോഴും ഒരു യങ്ങർ ലുക്കിംഗ്, ഒരു ഗ്ലോയിങ് സ്കിൻ ആയിരിക്കും നമുക്ക് ഇത് ഉപയോഗിക്കുന്ന വഴി കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗുണങ്ങൾ മനസ്സിലായി. ഇനി ഇതെങ്ങനെയാണ് ഈ ടോണർ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ടോണർ ഉണ്ടാക്കാൻ വേണ്ടി ഇതേണ്ട ഓറഞ്ചിന്റെ തൊലിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, നല്ല ഫ്രഷ് ഓറഞ്ചിന്റെ തൊലി. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിതിനെ തിളപ്പിച്ചെടുക്കാൻ പോവാണ്. തിളച്ച് വരുന്നുണ്ട്, നന്നായിട്ട് തിളച്ച് അതിനകത്തെ സത്ത് മുഴുവൻ ഇതിലേക്ക് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഓറഞ്ചിന്റെ പീല് ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ടോണർ ഇവിടെ റെഡി ആയി. കണ്ടോ, നിങ്ങളുടെ ഓറഞ്ചിൻ്റെ തൊലിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ കളർ കിട്ടുന്നത്. ഇതിപ്പോൾ നല്ല സുന്ദരൻ ടോണറാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് തന്നെ വെച്ചൊന്ന് തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. ഓറഞ്ച് പീല് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് അതിനുശേഷം നമ്മളത് ഓഫ് ചെയ്തു. തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇതിനെ മാറ്റുക. കളർ നിങ്ങൾ കണ്ടോ, ഇത് നല്ല ഫ്രഷ് ടോണറാണ്. ഇതിനപ്പുറം ഒരു ടോണർ വേറെ ഇല്ല. അത് മാത്രം നല്ലതാണ്. ഇത് നമുക്കൊരു 2 to 3 ടൈംസ് ഡെയിലി ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തായാലും ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ബൗൾ നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുള്ളൂ കേട്ടോ. മുഖത്തിന്റെ എല്ലാ ഭാഗത്തും കഴുത്തേലും നിങ്ങൾക്ക് എവിടെ വേണേലും ഇത് ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഡ്രൈ ആവാൻ നമ്മൾ അനുവദിക്കുക. ഉടനെ ഇതിന്റെ പുറത്തേക്ക് എടുത്ത് സിറവോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഒന്നും ഇടാൻ നിൽക്കരുത് കേട്ടോ. ഇപ്പൊ എന്റെ മുഖത്ത് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് സിറം ഇടാം. വൈറ്റമിൻ സി സിറം നോർമലി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണ് പതിവ്. ഇപ്പോഴാണെങ്കിൽ കടകളൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് മിക്കവരും തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഈ വൈറ്റമിൻ സി സിറം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് 2 രീതിയിൽ ഇതിനെ ഉണ്ടാക്കിയെടുക്കാം. ഒന്നുകിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓറഞ്ച് ഒക്കെ എടുത്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഒരു പ്രിസർവേറ്റീവ് അല്ലെങ്കിൽ ഒരു കെമിക്കൽസ് ഒരു കാര്യങ്ങളും തന്നെ ഉണ്ടാവില്ല. അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാന്ന് വെച്ചാല് നമുക്ക് പ്രൊഡക്ട്സ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അതും നല്ലത് തന്നെയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഐറ്റംസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തും അതിന്റെ കറക്റ്റ് എമൗണ്ടും ഉപയോഗിച്ച് അത് ചെയ്യേണ്ടി വരും. ആ ഒരു മെത്തേഡ് ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതിന് ശേഷം ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഓർത്തു ആദ്യം ഈ ഫ്രഷ് പ്രൊഡക്റ്റ് കൊണ്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനുശേഷം ആയിക്കോട്ടെ നമുക്ക് ബാക്കിയുള്ള വൈറ്റമിൻ സി പൗഡർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് കണ്ടു നോക്കുന്നത്. ഓറഞ്ച്, അപ്പൊ ഇതിന്റെ പീലിൽ നിന്നുമാണ് നമ്മള് പൗഡർ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും നമ്മൾ സിറം ഉണ്ടാക്കാൻ പോവുകയാണ്. ഒത്തിരി നാളത്തേക്ക് ഇരിക്കുന്ന ഒരു സിറം അല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഓരോ ആഴ്ചത്തേക്കുള്ളത്. അപ്പൊ കുറച്ച് എമൗണ്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതിയാവും. പക്ഷെങ്കിൽ ഈ ഓറഞ്ച് പീൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഈ ഓറഞ്ച് പീൽ നമുക്ക് സിറത്തിന് മാത്രമല്ല പാക്കുകൾ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. ഈ വൈറ്റമിൻ സിയുടെ ഗുണങ്ങൾ ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓർക്കോ ഇത്ര സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു, എന്നാ പിന്നെ 2 ഓറഞ്ച് വീട്ടിൽ നമുക്കൊന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാന്ന്. അപ്പൊ ആദ്യം ഇതിന്റെ ഗുണങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് അറിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ സി സിറത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുന്നു, നമ്മുടെ റിങ്കിൾസിനെയൊക്കെ നന്നായിട്ട് കുറയ്ക്കുന്നു, ഫൈൻ ലൈൻസ് കുറയ്ക്കുന്നു, സൺ ഡാമേജിന് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നമാണ്. അതിന് ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണുകാർക്ക് ഇത് ഒരുപാട് നല്ലതാണ്. നമ്മുടെ സ്കിന്നെ എപ്പോഴും ബ്രൈറ്റനപ്പ് ആയിരിക്കുന്നു, എപ്പോഴും ഒരു ഹൈഡ്രേറ്റഡ് ആയിരിക്കും നമ്മുടെ മുഖത്തോട്ട് നോക്കിയാൽ. അതുപോലെ തന്നെ ആക്നി സ്കാർസ് ഒക്കെ വന്നവർക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. മൊത്തത്തിലെ നമ്മുടെ മുഖത്തിൻ്റെ ആ ഡൾനെസ് ഒക്കെ ഒന്ന് മാറ്റി എപ്പോഴും നല്ല ബ്രൈറ്റനപ്പ് ആയിട്ട് തന്നെ നമ്മുടെ മുഖത്തിനെ മാറ്റുന്നു. ഇതിനുവേണ്ടി തന്നെ നല്ല ഫ്രഷ് ഓറഞ്ചസ് തന്നെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തിട്ട് ഇതിൻ്റെ സ്കിന്ന് മാത്രം നമുക്കൊന്ന് ചുരുണ്ടിയെടുക്കാം. ഓക്കെ, ഇതിൻ്റെ സെസ്റ്റ് മാത്രം മതിയായിരിക്കും. നമുക്ക് വൈറ്റ് പാർട്ട് ഒന്നും വേണ്ട. അപ്പോൾ ഇതിനെ ആദ്യം നമുക്ക് ചുരുണ്ടിയെടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ചുരുണ്ടിയെടുക്കാം. ഓക്കെ,
നമ്മൾ ആ വൈറ്റ് പോർഷൻ എടുക്കുന്നേ ഇല്ല, ജസ്റ്റ് ആ ടോപ്പിലെ നല്ല പോർഷൻ മാത്രം എടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇത് സൂപ്പറാണ് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോ അല്ല ഒരു പേപ്പറിലോട്ടോ ഇതിനെ അങ്ങോട്ട് നിരത്തണം. തിൻ ലെയറായിട്ടോ നമ്മളിങ്ങനെ നിരത്തി വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇതിനെ ഉണക്കിയെടുക്കുക. പറഞ്ഞു മനസ്സിലായോ? ഒരിക്കലും വെയിലത്തിട്ട് ഉണക്കിയെടുക്കരുത്. നമുക്ക് വീടിനകത്ത് തന്നെ ഇട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇതിനെ ഉണക്കിയെടുക്കാൻ നല്ല സുന്ദരമായിട്ട് ഉണങ്ങി കിട്ടും. നിങ്ങൾക്ക് അറിയാലോ ഇത്ര മാത്രം തിന്നായിട്ടാണ് സംഭവിക്കുന്നത്. ഇത് നമ്മൾ ഉണക്കിയെടുത്ത കേട്ടോ, കണ്ടോ നിങ്ങൾ ഈ കാണുന്നത് ഉണക്കിയെടുത്ത് വെച്ചാൽ നിങ്ങളെ കാണിക്കുന്നത്. ഇതിന് മിക്സിയിലിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമ്മളിതിനെ പൊടിച്ചെടുക്കുന്നു. അത്ര ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ഇതിനെ പൊടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ വൈറ്റമിൻ സി സിറം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓറഞ്ച് പീല് കണ്ടോ, 1 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി അടുത്ത നമ്മൾ ഉപയോഗിക്കുന്നത് അലോവേര ജെല്ല്. 1 ടീസ്പൂൺ അലോവേര ജെല്ല് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത നമുക്ക് ഉപയോഗിക്കേണ്ടത് റോസ് വാട്ടർ ആണ്. നിങ്ങൾക്ക് ഏത് റോസ് വാട്ടർ ഉപയോഗിക്കാം. എൻ്റെ ഇരിക്കുന്ന ഇപ്പോൾ ഷെഹനാസിൻ്റെ ആണ്. നിങ്ങൾക്ക് വൈറ്റ് കളർ കിട്ടത്തില്ല റോസ് വാട്ടർ, അത് ഉപയോഗിച്ചാലും മതിയായിരിക്കും. ഞാനിവിടെ 4 ടീസ്പൂണാണ് ഇതിലേക്ക് റോസ് വാട്ടർ ഉപയോഗിക്കുന്നത്. നമുക്കൊരു സിറം കൺസിസ്റ്റൻസി കിട്ടണം കേട്ടോ. അപ്പൊ ഇതിനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഒരിക്കലും സ്റ്റീൽ സ്പൂൺ ഒന്നും ഉപയോഗിക്കരുത്. ഒരു വുഡൻ സ്പൂൺ ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഞാനിപ്പോ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾ എടുക്കുമ്പോഴേക്ക് നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല പൊടി ഭസ്മം പോലെ പൊടിക്കാന്നൊക്കെ പറയത്തില്ല, അതുപോലെ നിങ്ങൾ പൊടിച്ചെടുക്കണം. ഇനി നിങ്ങൾ എന്താ പറയുന്നേ, ഇനിയിപ്പോ നിങ്ങൾ പൊടിച്ച് വന്നിട്ട് അത്ര പൊടിഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. നല്ല പൊടിയായിട്ട് എന്നിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ ഇതുവരെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ്. വൈറ്റമിൻ ഇ ഓയിലൂടെ എന്തിനാണ് ഇതിനകത്ത് ചേർക്കുന്നത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ വൈറ്റമിൻ സിയിൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ആണ്. അപ്പം അതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ആന്റി ഓക്സിഡന്റ് ആയ നമ്മുടെ വൈറ്റമിൻ ഇയെ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു 4 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് നമ്മുടെ ഓയിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഈ സിറം നിങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് കൂടുതൽ നാളത്തേക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല സുന്ദരമായിട്ട് ഇതിനെയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഓയിലാണല്ലോ, നന്നായിട്ട് മിക്സ് ആയിക്കട്ടെ. നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ സിറം ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ വൈറ്റമിൻ സി സിറം രാത്രിയിൽ ഉപയോഗിക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം സൺ എക്സ്പോഷർ ഒക്കെ വന്നു കഴിയുമ്പോഴേക്ക് ഇതത്ര ശരിയാവുകയില്ല. നമ്മൾ രാത്രിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വെട്ടത്തിനൊന്നും പേടിക്കേണ്ടി വരത്തില്ല. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഇതിനെ കഴുകി കളഞ്ഞാൽ മതിയായിരിക്കും. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ പകൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വൈറ്റമിൻ സി സിറം നിങ്ങൾ തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ മുകളിലേക്ക് സൺക്രീം വേണമെങ്കിൽ സൺക്രീം ആലും ഇട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നല്ല വെയിലത്ത് വൈറ്റമിൻ സി ഉപയോഗിച്ച് പോകരുത്, നമ്മുടെ സ്കിന്നിനെ അത് കൂടുതൽ ഡാമേജ് ചെയ്യും. അപ്പൊ ഞാൻ എന്റെ സിറം ഇവിടെ ഒരു കുപ്പിയിലാക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ലൈറ്റ് മിട്ടത്ത് വെക്കാതിരിക്കുക. നമ്മൾ നല്ല കണ്ടെയ്നറിലാക്കി, ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ് നിങ്ങളുടെ ഇരിക്കുന്നെങ്കിൽ ഇതുപോലത്തെ ഫോയിൽ പേപ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മെത്തേഡ് ഗ്ലാസ് ബോട്ടിലായിരിക്കും ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ. കണ്ടോ, നമ്മുടെ ഫോയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഏത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കുപ്പികളാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കണ്ടെയ്നർ ആണെങ്കിലും ഇതുപോലെ ഫോയിൽ പേപ്പറിൽ റാപ്പ് ചെയ്ത് വെച്ചാൽ മതിയായിരിക്കും. ഞാൻ ഫ്രിഡ്ജിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ലേ. ഞാനിത് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാം. എന്തായാലും ഇവിടെ നൈറ്റ് ആണ് ഇപ്പം. അപ്പൊ ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഡ്രോപ്സ് മാത്രം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. അല്ലാതെ ഒത്തിരി എടുത്ത് പുരട്ടേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. അപ്പൊ എന്തായാലും ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഞാൻ ഓൾറെഡി ഫോയിലിൽ പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സൺലൈറ്റ് ഒന്നും അടിക്കത്തില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ നോക്കിയേ, ഉണ്ടോ? നിങ്ങൾക്ക് പമ്പ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുണ്ടോ, അതെ ഇങ്ങനെ ഡാബ് ചെയ്ത്, ഇപ്പൊ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. കണ്ണിന്റെ താഴെ നമ്മുടെ മുഖത്ത് എവിടെ വെള്ളം അപ്ലൈ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. കണ്ടോ, ഇത് സെറമാണ് കേട്ടോ. ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. കഴുത്തേലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
മുഖത്തിന് വരുന്ന ഗ്ലോ ഒന്ന് ശ്രദ്ധിച്ചു എനിക്ക് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ടോണർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ടോണർ ഇട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലെ സെറം ഇട്ട് കൊടുക്കുക കേട്ടോ. ടോണർ പിന്നെ നിങ്ങൾക്ക് 2-3 ടൈംസ് ഒരു ദിവസം ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നം. ജസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എന്റെ മുഖത്തിന്റെ ആ തിളക്കം നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ? എന്നാ സൂപ്പർ ആയിട്ടാണ്. ഇന്ന് നിങ്ങൾ വൈറ്റമിൻ-C സെറവും അതുപോലെ തന്നെ ടോണറും ഉണ്ടാക്കാൻ പഠിച്ചു. എല്ലാവരും ട്രൈ ചെയ്യാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാന്നുള്ള ഇതിപ്പോ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല, ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല, ഒരു കെമിക്കൽസും ഇല്ല. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാൻ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നല്ലൊരു വിഷയമായിട്ട് നാളെ തന്നെ കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ.